അപ്പൊ ഗൈസ് നമ്മൾ കുറെ നാളായിട്ട് വിചാരിക്കണം ഒരു ബസ് റിവ്യൂ ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നാണ് അതിനുള്ളൊരു അവസരവും സമയം കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ വന്നത് മനസ് ഹോളിഡേയ്സ്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. ടീം മനസ് ഹോളിഡേയ്സ്. നമ്മുടെ മുതലാളി പേര് പറയും നമ്മളെ താരതി ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ടീം മനസ് ഹോളിഡേയ്സ്. നമുക്ക് ഫുള്ള് വണ്ടിയുടെ ലുക്ക് കണ്ടിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാം. നമുക്ക് ആദ്യം വണ്ടിയുടെ ഫുൾ ഔട്ട് ലുക്ക് കാണാം. അതിനുശേഷം നമുക്ക് ക്യാബിൻ, അതിനുശേഷം നമുക്ക് ഫുള്ള് ഇന്ത്യൻ എല്ലാം കണ്ട് നമുക്ക് ഫുള്ളൊരു അടിപൊളി വീട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരും. മേലെ നോക്കണേ അടിപൊളി നെയിം ബോർഡ് ഉണ്ട്. അപ്പൊ നെയിം ബോർഡിനെ പറ്റി പറയുകയാണെങ്കിൽ എത്ര കളർ വരുന്നുണ്ട്? വൈറ്റ് വരുന്നുണ്ട്, മറ്റേ ഫ്ലിക്കറിങ് അല്ലേ. അതുപോലെ നിയോണിന്റെ വർക്ക് ഇപ്പൊ പുതിയതായിട്ട് ചെയ്തതാണ് അല്ലേ. നമുക്ക് നൈറ്റ് പോകുമ്പോൾ ഒരു അടിപൊളി വിഷ്വൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഒരു അടിപൊളി വൈബായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഫ്രണ്ടിൽ വേറെ എന്താ സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത്? പിന്നെ ലിപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇപ്പൊ തുർപ്പുകുല്ല എഡിഷൻ. എന്താ ഈ എഡിഷൻ നെയിമിലേക്ക് വരാൻ കാരണം? മമ്മൂട്ടി ഫാന്. അപ്പൊ മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ട് തുർപ്പുകുല എന്നിട്ടിരിക്കുകയാണ്. അപ്പൊ മനസ് ഹോളിഡേയ്സ്, മനസ്സ് എന്ന പേരിന്റെ ഉടമ ഇതാണ്. നമുക്ക് അതിലേക്ക് വരാം. ഞാൻ വരുന്നുണ്ട്, എന്താണ് ആ പേരിന്റെ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ കാണാം. നീ എന്താ ചുറ്റി കളിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ് നമ്മുടെ സൈഡിൽ ലുക്ക് വരുന്നത്. നല്ല അടിപൊളി വീൽ കപ്പ് ഉണ്ട്. ഞാൻ ഈ വീൽ കപ്പ് പ്രത്യേകം നോക്കി വെച്ചാണ്. അടിപൊളിയായിട്ടുണ്ട് വീൽ കപ്പ്. ഇത് ബോഡി വരുന്ന അസ്ത്ര ബോഡിയാണ്. നമ്മൾ അസ്ത്രയിൽ കൺവേർട്ട് ചെയ്ത ഒരു ബോഡിയാണ്. നല്ല അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത നമ്മുടെ നാട്ടിലെ ഒരു വണ്ടിയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സാധനം കിടക്കുന്നുണ്ട്. ഇതാ, നീ എന്താണ് ഇവിടെ കാണിക്കുന്നത്? നീ അവിടെ പോയി ഇവിടെ വന്ന ഇവിടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിൻ്റെ ഒരു മാരകമായ അപ്ഡേഷൻ വരുന്നുണ്ട്. അപ്ഡേഷൻ ചെയ്ത ശേഷം വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളൊരു മിനി ബോംബാക്കിയിട്ട് നമ്മൾ എന്തായാലും ഇറക്കും അല്ലേ. നമ്മൾ ഇറക്കിയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോവാം. ക്യാബിൻ കയറി വാട മക്കളെ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ക്യാബിൻ ഗൈസ്. അപ്പോൾ സഞ്ജയ് ബ്രോ, ഇതാണ് നമ്മുടെ ഇന്റീരിയർ അല്ലേ. നമ്മുടെ എന്തായാലും ഇന്റീരിയറിൽ എന്തൊക്കെയാണ് കുറച്ച് സ്പെഷ്യലായിട്ട് നിൽക്കുന്നത്? എത്ര ആകുമ്പോൾ വർക്കാണ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇനി അപ്ഡേഷൻ, മാരമായ അപ്ഡേഷൻ നമ്മൾ എന്തായാലും ചെയ്യും. ഇനി ഒരു വണ്ടി കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്, അത് വേറെ അതായത് സസ്പെൻസ്. ഇനി നമുക്ക് ഇതിൽ നമുക്ക് കുറച്ചും കൂടെ അപ്ഡേഷൻ കാര്യങ്ങൾ എന്തായാലും നമ്മൾ ഇനി ചെയ്യും. ഇപ്പോൾ അത്യാവശ്യം നമ്മൾ സ്റ്റാർട്ടിങ് ലെവൽ വർക്കാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ എന്തായാലും അടിപൊളി വർക്കുകൾ നമ്മൾ എന്തായാലും ഇനി കൊണ്ടുവരും. നമുക്ക് വർക്ക് ചെയ്ത ശേഷം നമ്മൾ വീഡിയോ വരും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിക്ക് ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ ഇന്റീരിയർ ലുക്കിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഇന്റീരിയർ വ്യൂ. അത്യാവശ്യം ലൈറ്റ് ഉണ്ട്. നമുക്ക് ഇനിയും വലിയ അപ്ഡേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അടിപൊളി ടി വി ഉണ്ട് ഇവിടെ. അതുപോലെ വാട്ടർ കൂളർ സിസ്റ്റം ഉണ്ട്. തണുത്ത വെള്ളം വേണമെങ്കിൽ തണുത്ത വെള്ളം കുടിക്കാം. എല്ലാ സീറ്റിലും ഫാൻ ഉണ്ട്. നല്ല അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്ക്, നല്ല സ്റ്റാൻഡേർഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വണ്ടിയാണിത്. നമുക്ക് സൗണ്ട് ടെസ്റ്റ് ചെയ്യാം. സ്മോക്ക് വരുന്നത്, സ്മോക്ക് നല്ല ലൈറ്റിൻ്റെ എഫക്റ്റ് കിട്ടുള്ള സ്മോക്ക് കൊണ്ട് കാണിച്ചാൽ നമുക്ക് സൗണ്ട് ടെസ്റ്റ് കൂടി. സ്മോക്ക് വന്നപ്പോൾ കാണാൻ ഫുള്ള് വേറെ ലെവലായി ഗൈസ്, കണ്ടില്ലേ?
ഇതാണ് നമ്മുടെ മനസ്സിൻ്റെ ക്രൂ. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യമായതുകൊണ്ട് കുറച്ച് നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ എത്തിയെന്ന് വരില്ല. അതായത് പോരായ്മകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിഹരിക്കാം. ഞാൻ ലേസർ കട്ടിയിട്ട് ക്യാമറ കൊണ്ടുവരണം ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മുതൽ മനോജാട്ട്. അപ്പോൾ നമ്മൾ വണ്ടി വാങ്ങാനുണ്ടായ ഒരു കാരണം ഇതിലേക്ക് എത്തിപ്പെടാം. നമ്മളിപ്പോൾ ബിൽഡിംഗ് വർക്കും മറ്റേ അതൊക്കെ ആയിരുന്നില്ല. അപ്പോൾ അതിന് നേരെ ബസ്സിലേക്ക് എത്താനുണ്ടായ ഒരു കാരണം ബസ്സിലേക്ക് എത്താനുള്ള കാരണം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വണ്ടികളിൽ ചെറുപ്പം താല്പര്യമുണ്ട്, വണ്ടി ചെയ്യിക്കാത്ത ആരാന്നുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ബസ്സിലേക്ക് എത്തിയത്. അപ്പോൾ ഈ മനസ്സെന്നുള്ള പേര് അത് നമ്മളൊരു 10-25 വർഷം മുമ്പ് നമ്മൾ പേര് ചെയ്തത് കൺസ്ട്രക്ഷൻ്റെ പേരിൽ എടുത്താണ് മനസ്സെന്നുള്ള പേര്. അപ്പോൾ എന്നിട്ട് 11 വന്നപ്പോൾ ഈ ഫീൽഡ് എങ്ങനെയുണ്ട്? ഫീൽഡ് ആവറേജ് കുഴപ്പമില്ല, ഓട്ടങ്ങളൊക്കെ ആയി വരുന്നത്. നമ്മൾ ഇനിയും കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ ഫസ്റ്റത്തെ ഒരു വർഷം പറഞ്ഞാൽ നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു നവംബർ, ഡിസംബർ, ജനുവരി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വണ്ടി കൂടി. അപ്പോൾ ഇനിയിപ്പോൾ പുതുതായിട്ട് ഈ ഫീൽഡിലേക്കൊക്കെ വരുന്നവർക്ക് എന്താ പറയാനുള്ളത്? പുതുതായിട്ട് വരുന്നവരെ കൊണ്ട് പറയാനുള്ളത് പറഞ്ഞാൽ നമുക്കിപ്പോൾ ലോൺ എടുത്തിട്ട് ആരും പുതിയ വണ്ടിയിലേക്ക് വരരുത്. ലോണും ടാക്സും നമുക്ക് മറ്റുള്ള കാര്യങ്ങളും കൂടിയിട്ട് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. കയ്യിൽ പൈസ തീർച്ചയായിട്ടും ലോൺ ഇട്ടിട്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം പറയാം 47,000 രൂപ ടാക്സ്, ഇൻഷുറൻസ് ഒരു 10-75,000 രൂപ, പിന്നെ ടെസ്റ്റ് പറഞ്ഞാൽ ഒരു 10-80,000 രൂപ നമുക്ക് ചിലവ് വരും ടെസ്റ്റ് സമയത്ത്. പിന്നെ അതിൻ്റെ ഇടയിൽ മറ്റുള്ള ഫൈനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടൊക്കെ പോകണം. അതിൻ്റെ ഇടയിൽ നിന്ന് ആയി പറഞ്ഞാൽ അതും കട്ടല് വരും. പിന്നെ വണ്ടിയുടെ മെയിൻ്റെനൻസ്. അപ്പോൾ നമ്മൾ വണ്ടി വയ്ക്കുക എന്നുണ്ടെങ്കിൽ മിനിമം 5 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഒരു വർഷത്തിൽ കാണണം. വണ്ടി ഓടിയാലും ഓടിയില്ലെങ്കിൽ നമ്മുടെ ഇരുന്നാൽ ആനനെ തീറ്റി പോറ്റുന്ന പോലെയാണ് ബസ്സിനെ കൊണ്ടാക്കുക പറയുമ്പോൾ. ഇതൊരു മോഹം കൊണ്ട് കൊടുത്താണ് ആഗ്രഹം കൊടുക്കും. നമ്മളിപ്പോ ട്രാവലർ എടുക്കുന്ന ആഗ്രഹം കൊണ്ട് എടുക്കുക തന്നെ. ഇന്നിപ്പോ കിട്ടിയിട്ട് അംബാനി ആവാന്നല്ല, അങ്ങനെയൊന്നും നടക്കില്ല. അല്ല, ഇത് വാങ്ങി ഇതിന്ന് കിട്ടിയിട്ട് നമുക്ക് വീട്ടിൽ കാര്യങ്ങൾ നടത്താൻ അവരെ സാധിക്കില്ല. ഇത് നമ്മുടെ ഒരു മോഹം. അത്രേ ഉള്ളൂ. നമ്മുടെ ഇതാണ് നമ്മുടെ ചുള്ളനാണല്ലോ. അത് വരുമ്പോ വീഡിയോ എടുക്കാനും ഞങ്ങളൊക്കെ നമുക്ക് എല്ലാ സപ്പോർട്ടും കാര്യങ്ങളായിരുന്നു. ഒരു എത്ര വർഷമായി ഫീൽഡിൽ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ടൂറൊക്കെ പോകുമ്പോൾ വൈബാണ്. ഗേൾസൊക്കെ ക്യാബിലൊക്കെ ഇരുന്ന് എങ്ങനെ പിള്ളേരൊക്കെ എങ്ങനെയാണ്? പിള്ളേരുടെ ഒക്കെ റിയാക്ഷൻ? അപ്പോൾ നമ്മൾ പാക്കേജൊക്കെ ചെയ്ത് നമ്മൾ എല്ലാവരെയും അത്യാവശ്യം ഹാപ്പി ആക്കി നമ്മൾ കൊണ്ടുപോകും. നെന്മാറ ഭാഗത്ത് നമ്മുടെ വണ്ടി ഇപ്പോൾ ഓടുന്നത്. നമ്മൾ എവിടെ വേണമെങ്കിലും നമ്മൾ വന്ന് ട്രിപ്പ് കാര്യങ്ങളൊക്കെ എടുക്കും. അതൊന്നും കുഴപ്പമില്ല. പാക്കേജ് ആയിട്ട് വേണമെങ്കിൽ പാക്കേജ്, വണ്ടി വാങ്ങി വണ്ടി. അപ്പോൾ എല്ലാ കാര്യം നമ്മുടെ എല്ലാവരും നല്ല ചില്ല് വൈബാണ്. ഫുൾ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഗൈസ്, ഇതാണ് നമ്മുടെ മനസ്സുകൊള്ളിക്കുന്ന വിശേഷങ്ങൾ. അപ്പോൾ ചെറിയൊരു വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ആദ്യം ചെയ്യണം. അപ്പോൾ എത്രത്തോളം പോരായ്മയുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് പറഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോ സെറ്റാക്കാം. അപ്പോൾ നമുക്ക് കോൺടാക്റ്റും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം താഴെ വയ്ക്കാം. എന്തെങ്കിലും പാക്കേജ് ആയാലും ഇനിയിപ്പോൾ കല്യാണ ആഘോഷങ്ങൾ എന്താണെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഗൈസ്, പാക്കേജ് സ്കൂൾ കോളേജ് പാക്കേജ്, അതുപോലെ നമുക്ക് അമ്പലം വിസിറ്റ്, അങ്ങനത്തെ എന്ത് പാക്കേജും നമുക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് 17 സീറ്റുണ്ട്, 49 സീറ്റുണ്ട്, നമുക്ക് 4 സീറ്റർ മുതൽ 49 സീറ്റർ നമുക്ക് എല്ലാ വണ്ടിയും അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരാം. അതായിരിക്കും. ബൈ.